ഇന്നത്തെ റോയൽ റംബിൾ കോഡ് റോഡ്സ് വിജയിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ എല്ലാം ചെയ്തതാണ്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. മാക്സിമം എല്ലാവരും പോയി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. അത് ശരിക്കും ഈ ഒരു റോയൽ റംബിൾ വിജയിക്കേണ്ടത് CM Punk ആയിരുന്നു. അവസാന നിമിഷമാണ് WWE ഈ റോയൽ റംബിൾ വിന്നറിനെ ചേഞ്ച് ചെയ്ത്. ഇതെൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം മാത്രമാണ്, എവിടെയും കണ്ടു പറയുന്ന ഒരു കാര്യമേ. അതായത് മാച്ചിൻ്റെ അവസാനം നിങ്ങൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഒരു സ്ലൈറ്റായിട്ടൊക്കെ കാണാൻ സാധിക്കും. അത് റഫറി CM Punkന്റെ അടുത്ത് വന്ന് എന്തോ പറയുന്നുണ്ട്, അതുപോലെ തന്നെ കോഡ് റോഡ്സിൻ്റെ അടുത്ത് വന്ന് എന്തോ പറയുന്നുണ്ട്. റഫറി പറഞ്ഞ ആ ഒരു കാര്യം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം, നമ്മുടെ പ്ലാൻസ് ചെറിയൊരു മാറ്റമുണ്ട്, CM Punk അല്ല ഈ ഒരു റോൾ നമ്മൾ വിജയിക്കാൻ പോകുന്നത്, കോഡ് റോഡ്സ് ആണെന്ന് ബാക്ക് സ്റ്റേജിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് എന്നായിരിക്കാം റഫറി അവരുടെ ചെയ്യുമെന്ന് പറഞ്ഞത്. ഇതെൻ്റെ ഒരു സ്പെക്കുലേഷൻ മാത്രമാണ്, എനിക്ക് തോന്നിയൊരു കാര്യം മാത്രമാണ്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ്, അതായത് ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത്. ഈ ഒരു മാച്ചിൻ്റെ അവസാന നിമിഷം CM Punk കോഡ് റോഡ്സിൻ്റെ ഒരു പെഡിഗ്രി ചെയ്യുന്നുണ്ട്. പെഡിഗ്രി ആരുടെ മൂവ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ട്രിപ്പിൾ എച്ചിൻ്റെ ഫിനിഷിംഗ് മൂവാണ്. ആ ഒരു മൂവ് അടിക്കുക മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് 10 വർഷം ഞാൻ കാത്തിരുന്നത് ഡെസ്റ്റിയുടെ മോനോട് തോൽക്കാനല്ല എന്ന്. സോ ആ ഒരു ഡിസിഷൻ ചേഞ്ച് ചെയ്തതിലുള്ള ദേഷ്യമാണ് ഈ ഒരു പെഡിഗ്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ ഒരു സ്പെക്കുലേഷൻ മാത്രമാണ്. പിന്നെ നമുക്കറിയാം CM Punk ആണ്, അദ്ദേഹം ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുമാത്രമല്ല, വേണമെങ്കിൽ നമുക്കിതിനെ മറ്റൊരു സൈഡിലൂടെ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു വാക്ക്, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ട് തന്നെ കോഡ് റോഡ് ചെയ്തത് ചിലർ സന്തോഷിക്കും. അതായത് ഒരു വില്ലനിസം പോലെയാണ് അദ്ദേഹം ആ ഒരു വാക്കുകൾ പറയുന്നത്. സോ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം കോഡ് റോഡ്സ് വിജയിച്ചിരുന്നെങ്കിലോ എന്ന്. ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറഞ്ഞ കാര്യമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. സോ 10 വർഷം ഞാൻ കാത്തിരുന്നത് ഡെസ്റ്റിയുടെ മോനോട് തോൽക്കാനല്ല എന്ന ഒരു പറച്ചിലിന് നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെയും ചിന്തിക്കാം, രണ്ടാമത് പറഞ്ഞ പോലെയും ചിന്തിക്കാം. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ ആദ്യം പറഞ്ഞാണ് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നിയത്, അതെൻ്റെ ഒരു സ്പെക്കുലേഷനാണ്. രണ്ടാമത് പറഞ്ഞാൽ എൻ്റെ ഒരു സ്പെക്കുലേഷനാണ്. ഇതൊരു സ്പെക്കുലേഷൻ മാത്രമാണ്, എവിടെ നിന്നും കിട്ടിയ ഒരു സംഭവമല്ല, എനിക്ക് തോന്നിയൊരു കാര്യം മാത്രമാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.